ഇന്നാ പൈസ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നോ അത്രയും പെട്ടെന്ന് നീ പോവാൻ നോക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ലടാ. എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് വരെ നീ ഒന്ന് മാറി നിൽക്ക്. അതെ, ശ്യാമ പറഞ്ഞത് കേൾക്കച്ചു. ശരി, ഞാൻ ഇറങ്ങുക. പിന്നെ ഇത്രയും ദിവസം എനിക്ക് സപ്പോർട്ട് തന്നതിനും കൂടെ നിന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ഓ, നമുക്കിടയിൽ ഇതൊക്കെ വേണോടാ. നീ വാ, റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ കൊണ്ടാക്കി തരാം. ശരി ചിന്നു, ബൈഡി. ബൈഡാ, ടേക്ക് കെയർ. തിരികെ വരണം കേട്ടോ. വാ, മതി, ഇറങ്ങാം. അപ്പം ശരിടാ, ഇന്ന് എൻ്റെ നമ്പർ നീ അവിടെ എത്തിയിട്ട് വിളിക്കേ കേട്ടോ. എന്തെങ്കിലും ജോലി അവിടെ കിട്ടാതിരിക്കില്ല. അവിടെ ഇരുന്ന് സേഫ് ആയിരിക്കണം നീ. പിന്നെ ഇങ്ങോട്ട് വരാനും മറക്കണ്ട. 1 വർഷത്തേക്ക് നീ അവിടെ തന്നെ എങ്ങാനും പിടിച്ചു നിൽക്കാൻ നോക്ക്. ആടാ ശരി, നീ പൊക്കോ, അവിടെ ഒറ്റയ്ക്കല്ലേ. ബൈ ബൈ. सुपरफास्ट समता एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3। നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കാനായിട്ട് ഓരോ ജന്മങ്ങള്. നീ ഒരുത്തം കാരണം എനിക്കൊന്ന് തല ഉയർത്തി നടക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നെ പ്രസവിച്ചു എന്ന തെറ്റ് മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. എടാ, ഇവൻ മറ്റേതാടാ. നിങ്ങളൊന്നും അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ, നശിച്ചു പോവും. ഏട്ടയാണെന്ന് പറഞ്ഞ് ഇതെന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. എനിക്ക് നിങ്ങളെ വെറുപ്പാ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ചത്തൂടെ നിനക്ക്. ഇത്രയും പേടിയുള്ള ആളോട് ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നത്. എന്താണോ ചാടുന്നില്ലേ? വേഗം ആവട്ടെ, ഭൂമിക്ക് ഒരാളുടെ ഭാരം കുറഞ്ഞു കിട്ടും. പൂവല്ലേ, ചാടുന്നേ. തനിക്ക് തന്റെ കാര്യം നോക്കി നടന്നാൽ മതിയില്ലേ? എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ബിക്കോസ് ഐ ഹാവ് ദ റൈറ്റ്സ്. എന്തധികാരത്തിൽ? ഈ ട്രെയിനിന്റെ TTR എന്ന നിലയിൽ. ടിക്കറ്റ് പ്ലീസ്. ഇന്നാ, താങ്ക് യു. ഈ നമ്പർ എഴുതിയ സീറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിരിക്കേ. ഞാൻ ഇപ്പൊ വരാം. വരണമെന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ വരും. അപ്പോ എങ്ങോട്ടാശാണ് ഈ യാത്ര? ബാംഗ്ലൂര് ആരാ ഉള്ളത്? ആരുമില്ല. പിന്നെ ഈ ടിക്കറ്റ് എടുത്ത് വെച്ചത് ചാവാൻ വേണ്ടിയായിരുന്നോ? ഷെടാ, മോശം. ആത്മഹത്യ ഭീരുക്കൾക്കുള്ളതാണ്. താൻ അത്രയും വീക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഞാൻ വീക്കായി? ഈ ഫീലിങ്സ്, പെയിൻ എല്ലാം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം കിടന്നാൽ ഒന്നിനെയും കൊണ്ട് തടയാൻ സാധിക്കില്ല. ടിക്കറ്റ് എടുക്ക്. 2 ബാംഗ്ലൂർ ചേട്ടാ. അപ്പോ ഇയാൾ കള്ളം പറഞ്ഞതാണോ? അല്ല, ചുമ്മാ എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ. ബട്ട് എനിവേ, ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോയാലോ? എനിക്കൊരു ഷോപ്പുണ്ട് ബാംഗ്ലൂര്. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. കാര്യം ഒരു ജോലിയൊക്കെ ചെയ്ത് മൈൻഡ് സെറ്റാക്ക്. അല്ലാതെ ജീവനെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു 50 ഇരട്ടി ധൈര്യം മതി മുന്നോട്ട് ജീവിക്കാൻ. തന്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ആസ് എ ഹ്യൂമൻ കണ്ടില്ലെന്ന് വെക്കാനും ആവില്ല. താൻ എന്റെ കൂടെ വാ, ഓക്കെ? ഞാൻ വരില്ല. ഡേ, വന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോകും ഞാൻ, മനസ്സിലായോ? ഷെടാ, ഇയാളിത് വല്ലാത്ത ശല്യമായല്ലോ. ഞാനാവും. മിണ്ടാണ്ടിരുന്നോ. ഇയാൾ ചാടാൻ നിന്നത് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ TTRന് കാണിച്ചു കൊടുക്കും. പിന്നെ കേസായി, വീട്ടുകാരായി, ഇഷ്യൂ ആയി. ഓ മതി, ഞാൻ വരാം. അതാണ്.
അപ്പോൾ എനിവേ ഐ എം ഇഷാൻ റഹ്മാൻ. അക്കൂന്ന് വിളിച്ചാൽ മതി. ആൻഡ് യു? കൈലാസ് മേനോൻ. ആഹാ, അപ്പ മേനോൻ. വിളിക്കാൻ രസമുണ്ട്. അല്ല മേനോനെ, ഇയാളെ കണ്ടിട്ട് ഒരു ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നില്ലല്ലോ. അതിന് ഞാൻ എപ്പോഴാ പറഞ്ഞത് ഞാൻ ലവ് ഫെയിലിയർ ആണെന്ന്? ഓ അല്ല, സാധാരണ ഈ പ്രായത്തോടുള്ള ചെറുപ്പക്കാർ ഇതിനാണ് ആത്മഹത്യ ചെയ്യാറ്, അതുകൊണ്ട് പറഞ്ഞതാ. താനെന്നെ അത് വെച്ച് അളക്കണ്ട. ഓ ചൂടാവാതെ മേനോനെ, എങ്കിൽ പറ, എന്തിനാ താൻ ഇപ്പോ ഇത് ചെയ്യാൻ നോക്കിയത്? എനിക്ക് പറയാൻ സൗകര്യമില്ല. ഓ ഓക്കെ, താല്പര്യമില്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ അക്കു, നീ എന്ത് പൊട്ടനാ? ഇപ്പോ കണ്ടുമുട്ടിയ ഒരാൾ എങ്ങനെ അയാളുടെ പ്രശ്നം പറയാ? വാവ്, നോക്ക് മേനോനെ, മഴ. ഷെടാ, നീ വാ, ഇവിടെ നോക്ക്. ജനലിലൂടെ സൂക്ഷിച്ചു നോക്ക്. യു ക്യാൻ സീ സം ബ്യൂട്ടിഫുൾ മൂമെന്റ്സ്. മഴ കൊണ്ടു നിൽക്കുന്ന ഒരു നായ, അതിൻ്റെ അപ്പുറത്ത് അമ്മ പറഞ്ഞത് കേൾക്കാതെ മഴയത്ത് കളിക്കുന്ന ഒരു കുഞ്ഞു കാന്താരി, അതിൻ്റെയും അപ്പുറത്ത് കൂടെ എടുക്കാത്തതിൻ്റെ വിഷമത്തിൽ മഴ മൊത്തം നനഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടി, അതിൻ്റെയും അപ്പുറത്ത് മഴ കൊണ്ടതിന് തല തോർത്തി വഴക്ക് പറയുന്ന അമ്മ, വീട്ടിലെത്താൻ വൈകുമെന്ന് പേടിച്ച് ചിന്താകുലനായിരിക്കുന്ന ഒരു അച്ഛൻ. എടോ മേനോനെ, നമ്മളെല്ലാം ഒരുപോലെ നോക്കിയാൽ ഭംഗി അറിയില്ല. പല പേഴ്സ്പെക്റ്റീവിലും നോക്കണം. സന്തോഷവും ദുഃഖവും വ്യാകുലതയും കുസൃതികളും എല്ലാം നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ആ മണി 9 ഇപ്പൊ ഫുഡ് വരും. നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ചേട്ടാ, 2 ബിരിയാണി. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ഞാൻ കേട്ടു മേനോനെ. പിന്നെ എന്തിനാ 2 എണ്ണം? അതെനിക്ക് വേണ്ടി. എന്താ മേനോനെ, എനിക്ക് 2 എണ്ണം കഴിച്ചൂടെ? നല്ല വിശപ്പ്, ഒന്നും കഴിച്ചില്ല. ആൻഡ് യു നോ വൺ തിങ്, ഈ ട്രെയിനിൽ കിട്ടുന്ന ഫുഡിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയ ബിരിയാണിയാ. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, മിണ്ടാതെ അവിടെ കിടന്നുറങ്ങിക്കോളൂ. വാവ്, എന്നാ ഒരു ടേസ്റ്റ് ആണേ. ഓ ഇയാള് മതി മേനോൻ ഈ വാശി. ഇനി സഹിക്കാൻ കഴിയില്ല തനിക്ക്. വാ, ഇത് കഴിക്കേ. ഓ ജാടിട്ടിരുന്ന ശരിയാവില്ല. വിശന്ന് ഞാൻ ചാവത്തേ ഉള്ളൂ. കഴിക്കും മേനോനെ, ചിന്തിക്കാതെ. താങ്ക് യു അക്കു. എന്താണ്? നത്തിങ്. ഫൈനലി യു കോൾ മൈ നെയിം. വലിയ കാര്യമായിപ്പോയി. എനിക്ക് വലുതാ. മേനോനെ, ഗുഡ് മോർണിംഗ്. വാ പോവാ. മടിച്ചു നിൽക്കണ്ടോ? ഇയാളെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിന് എനിക്ക് ഇയാളെ പേടിയൊന്നുമില്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? എന്തിനാ അടുത്തേക്ക് വരുന്നത്? നിനക്ക് പേടിയില്ലല്ലോ, അതുകൊണ്ട്. ഓ എനിക്ക് പേടിയാ, മാറ്. മേനോനെ എങ്ങോട്ട് ഓടുന്നേ? അവിടേക്കല്ല, ഇങ്ങോട്ടാ. ദോ നോക്ക് മേനോനെ, അതാണ് എൻ്റെ വീട്. വരൂ, അകത്തേക്ക് വരൂ. ഞാൻ വരണോ? വാടോ, തന്നോടല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കടലിൽ ജോലി തരാന്ന്. പിന്നെ മടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഞാൻ വലിച്ചോണ്ട് പോണോ അതോ നീ കയറി വരോ? ഞാൻ ദാ വരുന്നു. ഉമ്മോ, ഉമ്മച്ചി, ദാ ഉമ്മയ്ക്കൊരു ഗസ്റ്റ് ഉണ്ട്, വേഗം വന്നേ. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു അക്കു? ഞാൻ എപ്പോ തൊട്ട് നിന്നെ കാത്തിരിക്കായിരുന്നു. ഇതെന്താ വൈകിയത്? അതൊക്കെ ഞാൻ സമയം പോലെ പറഞ്ഞോളാം. നിങ്ങൾ നോക്കിയേ, ഒരു ഗസ്റ്റ്. ഗസ്റ്റോ? അല്ല, നല്ല തങ്കം പോലത്തെ പയ്യൻ. അനക്കവൻ എവിടെ നിന്ന് കിട്ടിയിടാ? അതുമ്മ നമ്മുടെ നാട്ടിലെ കാർത്തിക്കില്ലേ, ഓന്റെ കസിനാന്ന്. ഇവനൊരു ജോലി ആയില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ പറഞ്ഞയച്ചതാ, നമ്മുടെ കടയിലൊരു ജോലി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഓനെ നമ്മുടെ കൂടെ അങ്ങ് കൂട്ടിയെന്ന്. നിങ്ങള് അവനിനി ഗസ്റ്റ് ആയിട്ട് കാണണ്ട, ഇനി അവൻ ഇവിടെ തന്നെ ആയിരിക്കും. ആ കസിനായതുകൊണ്ടാണല്ലേ ഞാൻ അവനെ കാണാതിരുന്നത്. സാരില്ല. മോന്റെ പേരെന്താ? അതമ്മേ, ഞാൻ കൈലാസ് മേനോൻ. അല്ല, വലിയ പേര്. ചെറിയ പേരൊന്നും ഇല്ലേടാ? അച്ചു എന്ന് വിളിക്കാറ്. എന്നാ പിന്നെ ഉമ്മ അച്ചു എന്ന് വിളിക്കാം. ആഹാ, നിനക്ക് അച്ചു എന്നുള്ള പേരുണ്ടല്ലേ? അപ്പൊ മേനോനെ, ഇടയ്ക്ക് സ്നേഹം കൂടുമ്പോ ഞാൻ അച്ചു എന്ന് വിളിക്കാം.
ആ മതി മതി, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ടും വാ. ഉമ്മ ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. മോനത് കഴിക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ. ആ എന്നാ പൊക്കോളൂ. ഡാ വാ കുളിക്കാം. എന്തിനാടാ മേനോനെ ഇങ്ങനെ നോക്കുന്നത്? നീ എന്തിനാ ഉമ്മനോട് കള്ളം പറഞ്ഞത്? കള്ളോ? പിന്നെ ഞാൻ എന്നിട്ടാ പറയേണ്ടത്? ഈ ട്രെയിനിൽ നിന്ന് ചാടാൻ പോയപ്പോൾ എന്നെ രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവന്നതാന്നോ? അത് കേട്ടാൽ മതി ഉമ്മക്ക് ടെൻഷൻ അടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. അല്ല, നിങ്ങളെന്താ ബാംഗ്ലൂർ സെറ്റിൽഡ്? അത് വാപ്പക്ക് ഇവിടെ ആയിരുന്നടാ ജോലി. കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉമ്മേനെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ വാപ്പയ്ക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. ആ അറ്റാക്കിൽ പുള്ളി തട്ടിപ്പോയി. പിന്നെ വീടിൻ്റെ ഭാരമൊക്കെ ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. വാപ്പയ്ക്ക് നല്ലോണം പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതെന്നെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള പൈസയൊക്കെ തീർന്നു. പിന്നെ പ്രാരാബ്ധമായി ഉമ്മനെ നോക്കണം. ഇനി വീട്ടിൽ നിന്ന് ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ ഒരു ഷോപ്പ് ഇട്ടു. നാട്ടിലുള്ള വീട് വാടകയ്ക്കും കൊടുത്തു. അവിടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു ഇത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നാട്ടിലേക്ക് പോകാനും അങ്ങനെ ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. അവരെല്ലാം പൈസ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് അവരെയും വേണ്ട, അവർക്ക് നമ്മളെയും വേണ്ട. പിന്നെ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലായി. മതി കഥ കേട്ടിരുന്നത്. പോയി കുളിക്ക്. ഉമ്മ ഭക്ഷണം വെച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും. കണ്ടില്ലെങ്കിൽ ഇവിടേക്ക് വരും. അച്ചു മോനെ, വയറ് നിറയെ കഴിച്ചോളൂ കേട്ടോ. ഒരു മടിയും വേണ്ട. നീ എന്നെ നിന്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടാൽ മതി കേട്ടോ. ശരി ഉമ്മ. അപ്പൊ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോളും മേനോനെ. നാളെ നമ്മുടെ ഷോപ്പിൽ പോകണ്ടാണ്. നിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ചുതരാം കേട്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. എങ്ങനെയുണ്ട്? ടീ ഷോപ്പാണ്. നിനക്ക് എന്തൊക്കെ അറിയാം? ചായ വെക്കാൻ അറിയോ? അറിയില്ല. വേറെ വല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. പിന്നെ നീയപ്പോൾ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം. നീ പഠിക്കുകയാണോ? ഡിഗ്രി. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയോ? ആക്കിയില്ല. 2 സെമസ്റ്ററും കൂടിയുണ്ട്. എന്നാ ഡിഗ്രി നീ ഇവിടെ ചെയ്. എന്നിട്ട് എന്ത് ചെയ്യാൻ ആഗ്രഹം? IAS എടുത്ത് കളക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട്? ഓ, അപ്പം അത് നടന്നില്ലെന്ന സാരം. ശരി, ഞാൻ നിന്നെ വിടട്ടെ പഠിക്കാനായിട്ട്, IAS എടുക്കാൻ. ഇനി അതൊന്നും വേണ്ട. ആ ഡ്രീമൊക്കെ ഞാൻ എന്നേ വിട്ടു. എടാ പൊട്ടാ, ഡ്രീം ഉള്ളവനെ ഡ്രീമിന്റെ വില അറിയുള്ളൂ. നീ എന്ത് മണ്ടനാ! ഒരാൾ നിന്നെ സഹായിക്കാന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാല്ലാണ്ട് അത് വേണ്ടാന്ന് വെക്കുക. എനിക്കറിയോ എത്ര ഡ്രീംസ് എനിക്കുണ്ടായിരുന്നെന്ന്. ഒക്കെ ഡിഗ്രി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാപ്പാടെ മരണത്തിന് ശേഷം എൻ്റെ ഡ്രീം ഒക്കെ പോയി. ഒരു ഡ്രീം പോയവൻ്റെ വേദന നിനക്കറിയെങ്കിലേ നീ എൻ്റെ സ്ഥാനത്ത് നിൽക്കണം. ഇപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ലേ. സോ നീ ഒന്നും പേടിക്കേണ്ട. നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. ആ കോച്ചിങ് ഇവിടെ ഉണ്ടാവും. വേണ്ടടോ, എന്തിനാ? എനിക്കിപ്പോൾ ആ ഡ്രീമൊന്നുമില്ല. താനിപ്പോൾ എനിക്കിവിടെ ഒരു ജോലി തന്നാൽ ഞാനത് ചെയ്തോളാം. പഠിപ്പിച്ച് തന്നാൽ മതി. ദേ ചെക്ക, വെറുതെ എന്നെ കൊണ്ട് നീ വടിയെടുപ്പിക്കരുത്. ഞാൻ ദേഷ്യം പിടിച്ചത് നീ കണ്ടില്ലല്ലോ. അതിനേക്കാളും നല്ലത് മര്യാദയ്ക്ക് എൻ്റെ കൂട്ടി പോയിരുന്ന് പഠിക്ക്. നീ പാർട്ട് ടൈം ഇവിടെ ജോലി ചെയ്തോ. അപ്പോൾ ആ വരുമാനമായി. പിന്നെ ഞാനീ സമ്പാദിക്കുന്നത് മുഴുവനും എൻ്റെ ഉമ്മേനെ കെട്ടിച്ചുവിടാനൊന്നുമല്ല, എനിക്ക് ജീവിക്കാനാ. ഇപ്പോൾ ജീവിക്കാനും തോന്നാത്ത അവസ്ഥയിൽ നിൽക്കായിരുന്നു. എന്തായാലും നിനക്ക് വേണ്ടിയെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടോടോ. ഒരാളെങ്കിലും ജയിപ്പിച്ചെല്ലാവരും മുമ്പിലേക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നിന്റെ പാസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ച് കാണും. അവരുടെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് ഇതൊരു മാർഗമുള്ളൂ. അങ്ങോട്ട് ജയിച്ച് കാണിച്ചു കൊടുക്കുന്നേ. എന്നിട്ട് വേണം എനിക്കും എൻ്റെ ഉമ്മയുടെ മുമ്പിൽ നിന്ന് കാണിക്കാൻ. ഞാൻ കൊണ്ടുവന്ന ചെക്കൻ ഒരു കളക്ടറായെന്നും പറയാലോ. തനിക്ക് എങ്ങനെയാടോ ഒരാളെ കണ്ണടിച്ച് ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഞാൻ ഇയാളെ പറ്റിച്ച് പൈസ കൊണ്ട് തട്ടിച്ച് പോയാലോ? അങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്നവരാരും സൂസൈഡ് ചെയ്യില്ലടോ. നീ അങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നീ നല്ലവനാണെന്ന് അർത്ഥം. മതി സംസാരിച്ചത്. ഞാൻ പോയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിന്നോട് പറയാം. അതുവരെ നീ ഇപ്പോൾ വീട്ടിൽ പോയിരിക്കെ. ഉമ്മനോട് എന്തെങ്കിലും 2-3 പറഞ്ഞിരി. അപ്പതാ ഞാൻ പറഞ്ഞ വാക്ക് വായിച്ചിട്ടുണ്ട്. ഇനി നീ പഠിക്കണം കേട്ടല്ലോ. എന്നെ വെറുതെ നാണൊന്നും കെടുത്തേ നിൽക്കരുത്. നന്നായിട്ട് പഠിക്കണം കേട്ടല്ലോ. പിന്നെ ഈവനിങ് പാർട്ട് ടൈം ജോലി മറക്കണ്ട. അവിടെ വന്നിട്ട് നിനക്ക് ഞാൻ പൈസ തരുള്ളൂ. ഇല്ലെങ്കിൽ നീ തെണ്ടേണ്ടി വരും. ഇല്ല, ഞാൻ വരും. അത് കേട്ടാ മതി. അപ്പൊ ബൈ മേനോനെ. ബൈ അക്കു. Why he is helping me and supporting me? ഒരാൾക്ക് ഒരു അപരിചിതനെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുമോ? Who is he? Hey, new student? Yes.
ഓ ഐ ആം കെല്ലി തോമസ്. ഐ ആം കൈലാസ് മേനോൻ. മലയാളിയാണോ? അതെ. ഫൈനലി ബ്രോ, എൻ്റെ ക്ലാസ്സിൽ മാത്രമായിരുന്നു ഒരു മലയാളം ഇല്ലാതിരുന്നത്. ആൻഡ് യു നോ, ഈവൻ എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതോ ആ മൂലയ്ക്ക് മാറിയിരിക്കും. ഇപ്പോൾ നിന്നെ കിട്ടിയതിൽ ഐ എം റിയലി ഹാപ്പി. സോ ഫ്രണ്ട്സ്. പിന്നെന്താ, ഞാനും ഒരു ഫ്രണ്ടിനെ തപ്പായിരുന്നു. അപ്പ സെറ്റ്. അല്ല, നീ എന്താ ഇപ്പോൾ ഇവിടെ? വാട്ട് ഹാപ്പൻ? ഞാൻ മുന്നേ പഠിച്ച കോളേജിൽ ചെറിയൊരു ഇഷ്യൂ. സോ ഞാനൊന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നതാ. ഓ ഓക്കെ, നോട്ട്സ് ഞാൻ നിനക്ക് തരാം. ഓക്കെ, ആൻഡ് ഗിവ് മീ യുവർ നമ്പർ 2. ഓ താങ്ക് യുടാ. ഓ എന്താണ് മാൻ, നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ വേണോ? ഇനി നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഓ സോറി, ഐ ഫോർഗോട്ട്. ഇപ്പം ആവർത്തിച്ചത് ആവർത്തിച്ചു, ഇനി ചെയ്യാതിരിക്കുക, കേട്ടല്ലോ? ഓക്കേടാ. മൊയിലാളി. ഓ എന്താടാ വള്ളി? വള്ളിയല്ല കെല്ലി. ഓ നീ അല്ലെങ്കിൽ കണ്ടാലും കണ്ടില്ലെങ്കിൽ നീ എനിക്ക് വള്ളി തന്നെ. എന്താ പ്രശ്നം? മുതലാളി, ഇപ്രാവശ്യം എനിക്ക് ശമ്പളം വളരെ കുറവാണ്. എന്താണ് കാരണം? കാരണം നീ തന്നെ. ഞാൻ എന്തോ ചെയ്തെന്നാ? നീ എത്ര പേരുടെ മുമ്പിലാടാ എന്നെ നാണം കെടുത്തിയത്? ഒന്ന്, ഒരു പെൺകുട്ടി ഒരു ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തപ്പോൾ അവൻ അവിടെ കൊണ്ട് കേക്ക് കൊടുത്തു. ഒരു പെൺകുച്ച് ജ്യൂസ് ഓർഡർ ചെയ്തപ്പോൾ അവൻ അവിടെ കൊണ്ട് ചായ കൊടുത്തു. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? അത് പിന്നെ മൊയിലാളി, എനിക്ക് എന്താ പ്രശ്നം എന്ന് അറിഞ്ഞൂടാ. ഇടയ്ക്ക് ഈ ഓർഡർ അങ്ങോട്ട് മാറും. അതാ പറയുന്ന മറവീന്ന്. ഇങ്ങനെയൊക്കെ ജോലി ചെയ്താൽ ഇങ്ങനെയൊക്കെ ശമ്പളം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നന്നായിട്ട് അടുത്ത പ്രാവശ്യം ജോലി ചെയ്യാൻ നോക്ക്. നിന്റെ കാലം വരുന്നുണ്ട്. കാലനോ? നിനക്ക് പകരം ഇപ്പം ഞാൻ വേറൊരു അസിസ്റ്റന്റിനെ നിർത്തിയിട്ടുണ്ട്. നീ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ തന്നെ സ്ഥിരമാക്കും. ഓ എന്റെ കഞ്ഞിലെ പാറ്റ. മൊയിലാളി, എന്നോട് ഇത് വേണ്ട. പോയി ഡ്രസ്സ് മാറി ജോലിക്ക് കയറാൻ നോക്കടാ. ഇതാര്? മേനോനോ? കേറി വാടോ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? ഒരാളെ കിട്ടി. എങ്ങനെയുണ്ട് പുള്ളി? കുഴപ്പമില്ല, മലയാളി ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് റെഡി ആയിട്ട് ജോലിക്ക് കയറാൻ നോക്ക്. മൊയിലാളിയായി എന്തണ്ടാ? കെല്ലി? കൈലാസ്, താനെന്തിവിടെ? ഞാനിത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയോ? ഇതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ഇവനേർന്ന് നിന്റെ കോളേജിലപ്പം പഠിക്കുന്നേ? മൊയിലാളി. എന്നാ ഇതാണ് നിന്റെ കാലൻ. ഓ മൈ ഗോഡ്, നീയായിരുന്നു അപ്പൊ എന്റെ കഞ്ഞില് പറ്റ. ഒന്നുമില്ല, ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറാൻ നോക്കിക്കോ. ഡാ പോയി ഓർഡർ വാങ്ങിക്കടാ. നീ ഇവിടെ നിന്ന് സംസാരിക്കാണ്ട്. ശരി, ഞാൻ പോവാ. അല്ല മുതലാളിക്ക് ഇവനെ തമ്മിൽ എന്താ ബന്ധം? അവനെന്റെ ഫ്രണ്ടാ. ഓക്കെ, ഇപ്പോ എന്റെ ഫ്രണ്ടും നിന്റെ ഫ്രണ്ടും ഒക്കെ ഒരാളാകുമ്പോ പിന്നെ ഞാൻ മൊയിലാളിന്ന് വിളിക്കണം. എന്നാ പിന്നെ മൊയിലാളി ഞാൻ അങ്ങോട്ട് ചെല്ലടാ. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. നല്ല ഫ്രണ്ടിനെ തന്നെ കിട്ടിയത്. ഇതേപോലെ ഇടയ്ക്ക് കുറച്ച് പൊട്ടത്തരങ്ങൾ പറയല്ലാണ്ട് അവനെ നോക്കിയ ശുദ്ധ പാവ. നീ അവനെ തന്നെ ഫ്രണ്ട് ആക്കിയാൽ മതി, കേട്ടോ? ശരി. എന്നാ പിന്നെ തുടങ്ങിയേക്ക്. ആദ്യം തന്നെ ചോദിക്കണം, യുവർ ഓർഡർ പ്ലീസ് മാഡം, അല്ലെങ്കിൽ യുവർ ഓർഡർ എന്ന് പറയണം. അപ്പോൾ ഒരു ഓർഡർ തരുമ്പോൾ അതിവിടെ കൊണ്ടുതരണം. അത് ആരുടെ കൊടുക്കണം? കെല്ലിയുടെ കൊടുക്കണം. കെല്ലി അത് നിനക്ക് തരും. നീ അവന് കറക്റ്റ് ടേബിളിൽ കൊണ്ടുവയ്ക്കണം, കേട്ടോ? പിന്നെ ടേബിൾ ക്ലീൻ ചെയ്യലാണ്. അവർ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ തുണി എടുത്തുകൊണ്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണം. സാനിറ്റൈസർ ഒഴിക്കണം. ഓക്കെ? ഓക്കെ. ഇത് നോക്കിയേ, കൈ വെച്ചിട്ട് നൈസായിട്ട് അരിയണം. സലാഡാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യണം, കേട്ടോ? കൈ മുറിക്കാൻ പാടില്ല. ഇല്ല. നെക്സ്റ്റ്, നമ്മുടെ കസ്റ്റമറിനെ ഒരിക്കലും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് ചെയ്യരുത്. കാരണം ഒരാൾ അവർ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കരുത്, കേട്ടോ? നോക്കില്ല. സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മുഖം എപ്പോഴും ഓർത്തിരിക്കണം. അവർ വരുമ്പോൾ ഒരു സ്പെഷ്യൽ സ്മൈൽ നമ്മൾ അവർക്ക് കൊടുക്കണം. എങ്കിലേ സ്ഥിരമായി അവർ എപ്പോഴും വരും, നല്ല നല്ല ഓർഡർ എടുക്കുകയും ചെയ്യും. ഓക്കെ? ഓക്കെ. ഇടയ്ക്ക് മാത്രം വരുന്ന കസ്റ്റമേഴ്സിനെ നന്നായിട്ട് നോട്ട് ചെയ്യണം. കാരണം എപ്പോഴെങ്കിലും അവർ പൈസ തട്ടിച്ചുകൊണ്ട് പോകും. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നല്ലോണം കള്ളന്മാരുടെ ശല്യമുണ്ട്. അത് നീ നോട്ട് ചെയ്യണം, കേട്ടോ? ഓക്കെ അക്കു. സോ ഇന്ന് ഞായറാഴ്ച എന്ന് വെച്ചാൽ ഉമ്മച്ചിയെ എന്ന് വെച്ച് നമ്മളിന്ന് കറങ്ങാൻ പോകുന്നു. മോനെ അച്ചു
പോയി റെഡി ആയിട്ട് വാ, നമുക്ക് കറങ്ങിയിട്ട് വരാം. നിങ്ങൾ പോയിക്കോ, നിങ്ങൾ അമ്മയും മോനും എൻജോയ് ചെയ്യും. ഞാനിവിടെ ഇരുന്നോണ്ട്. ഉമ്മച്ചിയേ. ഞാൻ നോക്കിക്കോളാം. അച്ചുമോനെ, നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഈ 2 മാസത്തിനുള്ളിൽ നീ ഇവിടുത്തെ ഒരു അംഗം കൂടി ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു എതിർപ്പും പറയണ്ട, വേഗം റെഡി ആയിട്ട് വാ. മേനോനെ, ഐസ്ക്രീം പറയട്ടെ? വേണ്ട. എടാ, ഇവിടുത്തെ ഐസ്ക്രീമിന് ഒരു പ്രത്യേകത ഉണ്ടടാ. എന്ത് പ്രത്യേകത? ഇവിടുത്തെ ഐസ്ക്രീമിന് തണുപ്പുണ്ട്. ഓ, തമാശ പറഞ്ഞതായിരുന്നല്ലേ? അതെ. ചിരി വന്നില്ല കേട്ടോ. അങ്ങനെ പറയല്ലേ, ചിരിക്ക് മേനോനെ. ഓ, മിണ്ടാണ്ടിരിക്കാക്കൂ. ഇലപ്പൊഴിയും കാലം പോലും ഇതളാർന്നു നീയാൽ താനെ ഇരുമീയ കണ്ടേ ഞാനും ഇവയെല്ലാം തന്നെ താനേ. നീ അലയുന്ന താരമേ, നിലയില്ല ഭൂമിയിൽ അറിയാതെ വീണതോ മണ്ണിലെ അഴകേറും എല്ലാമേ ഉണരുന്നു മെല്ലെ. കൊതിയാലെ നിന്നെ കാണാനായി നിറക്കുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ. കൈത്തൊടുമ്പോൾ നിന്നെ ഊവന്തയാലേ ആരുയിരേ ഉള്ളിനുള്ളിലായി ചേർത്തു വെച്ചേ ഞാനേ എന്നെന്നുമേ. തൊണ്ടയിൽ വെള്ളം വെറ്റില്ലോ, കുടിക്കാൻ വെള്ളം തീർന്നല്ലോ. ഇനിയിപ്പോൾ അവിടെ പോയി എടുക്കാം. ഇത്ര നേരമായിട്ടും അക്കു കിടന്നുറങ്ങിയില്ലേ? അവിടെ ലേറ്റ് കാണുന്നുണ്ടല്ലോ, പോയി നോക്കിയേക്കാം. ഇവിടെ ആരില്ലല്ലോ. ഇതേത് റൂം? അച്ചു, എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാൻ. ഇവിടെയാണോ വെള്ളം? അത് പോയപ്പോൾ ഇവിടെ വെളിച്ചം കണ്ടപ്പോൾ ഞാൻ. ഓക്കെ, പോയി വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. പിന്നെ ഇവിടെ അധികം കയറി നടക്കൊന്നും വേണ്ട. ഇത് എൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഓക്കെ? ഓക്കെ. അതാരായിരിക്കും അക്കുവിൻ്റെ കൂടെ ഇത്രയും ക്ലോസ് ആയിട്ട്? ചിലപ്പോൾ വല്ല ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ആയിരിക്കും. അക്കു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. ഇന്നലെ ആ റൂമിൽ കണ്ട ഫോട്ടോ അതാരാന്ന് ഞാൻ നിന്നോട് പറയില്ല. കാരണം നിൻ്റെ പ്രശ്നം നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയാത്തോടത്തോളം കാലം ഞാനിതും പറയില്ല. അപ്പം മോൻ കൂടുതലൊന്നും ആലോചിക്കാണ്ട് പോയി പഠിക്കാൻ നോക്ക്, കേട്ടോ? മാം, യുവർ ഓർഡർ. 1 cappuccino. ഓക്കെ മാം. ഓ, ഈ നേരത്ത് എന്തെണ്ടാ വള്ളി? ചേട്ടാ, ഇത്ര സീരിയസ് ആണ്, വേഗം കോളേജിലേക്ക് വരണം. ഇവിടെ അച്ഛൻ ചാടാൻ നിൽക്കുന്നു. ചാടാനോ? എന്ത് ചാടാൻ? അവന്റെ സൂസൈഡ് ചെയ്യാൻ വേണ്ടി മോളിൽ കയറി പോയി നിൽക്കുക. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നില്ല. ചേട്ടനൊന്ന് വേഗം വാ. ഞാൻ ദാ വരുന്നു. കെല്ലി, എവിടെ അവൻ? എന്താ പെട്ടെന്നുണ്ടായേ? അറിയില്ല ചേട്ടാ, ദാ അവിടെ. അച്ചു, ഡോണ്ട് പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം, ചാടരുത് പ്ലീസ്. വാ ഇങ്ങോട്ട്. അയ്യോ അക്കു, എന്തിനാ നീ അവനെ തല്ലുന്നേ? ഇതിൽ ഇടപെടണ്ട. ഇന്ന് 2-1 എനിക്ക് അറിയണം. കരയരുത് നായേ. നീ പറ, എന്തിനാ?
നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എനിക്കിത് തന്നെ വേണം. മര്യാദയ്ക്ക് ചാവാൻ നിന്നവനെ രക്ഷിച്ച് പൊന്നു പോലെ കൊണ്ടു നടന്നതിന് എനിക്കിത് തന്നെ വേണം. അല്ലെങ്കിൽ ഇതാ പറയുന്നേ, അവനവന്റെ കാര്യം നോക്കി നടന്നാൽ മതിയെന്ന്. അനാവശ്യമായി ഓരോന്നിനും കൈ കെടുത്തി ഞാൻ തന്നെ അനുഭവിക്കുന്നു. പോടാ, പോയി ചാവ്. നിനക്കത് തന്നെയാ നല്ലത്. ചത്തൊടുങ്ങങ്ങോട്ട്. നീയൊന്നും ജീവിക്കാൻ പാടില്ല. പോടാ, എനിക്ക് നിന്നെ ഇനി കാണണ്ട. ഇനി എന്റെ മുമ്പിൽ പോലും വന്നു പോകരുത്. നിന്ന് മോങ്ങാതിറങ്ങി പോടാ. അക്കു, നിർത്തുന്നുണ്ടോ നീ? നിന്റെ വാക്കുകൾ അവനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ പറയുന്ന പല വാക്കും ഹൃദയത്തിൽ കുത്തി കയറുന്ന വേദന ഉണ്ടാക്കുന്നതാണ്. ആ ദേഷ്യം മാറുമ്പോഴേ നിനക്കറിയാൻ സാധിക്കൂ. സമാധാനമായി അവനോട് സംസാരിക്കേ. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ഉമ്മ ചോദിക്കേണ്ടത്? 1 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴും അവന് ഞാൻ അപരിചിതനാണ്. അക്കു, മിണ്ടരുത് നീ. അക്കു, അക്കു, ഐ ലവ് യു. വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് എന്നോട് തന്നെ വെറുപ്പ. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ഐ ആം ഗേ. 10 വയസ്സുള്ളപ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞത്. പക്ഷേ അതിനെന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു എനിക്ക്. 15 വയസ്സായപ്പോൾ കുടുംബക്കാരെല്ലാവരും അറിഞ്ഞു. പിന്നെ നരകമായിരുന്നു എനിക്ക്. ഇത് കണ്ടോ, അച്ഛൻ ബെൽറ്റ് വെച്ച് അടിച്ച് പൊട്ടിച്ചതാ. ഇത് നോക്ക്, അമ്മ ചട്ടകം പഠിപ്പിച്ച് വെച്ചതാ. പിന്നെ ഇത് ഒരു സുഹൃത്ത് തന്നതാ. എന്നിട്ട് കുളിക്കുമ്പോൾ ദേഹമൊക്കെ ഒരു വേദനയുണ്ട്. വെള്ളത്തിൽ കിടന്ന് പുളഞ്ഞിട്ടുണ്ട്. സ്വന്തം മൂത്രത്തിൽ കിടന്നിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, ബാധ ഒഴിപ്പിക്കാൻ വരെ എന്നെ കൊണ്ടുപോയി. ഒരു 15 വയസ്സുകാരന് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറം വേദന ഈ കുഞ്ഞു പ്രായത്തിൽ ഞാൻ അനുഭവിച്ചു. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ജീവിച്ചു. പക്ഷേ എൻ്റെ എല്ലാ സ്വപ്നവും തീർത്ത ഒരു ദിവസമായിരുന്നു നീ എന്നെ കണ്ട ദിവസം. എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എൻ്റെ ഒരു സുഹൃത്തും അവൻ്റെ ഭാര്യയുമാണ്. എല്ലാം കഴിഞ്ഞ് ട്രെയിൻ കയറിയപ്പോൾ മുന്നോട്ടിനി എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കണ്ടത് ആത്മഹത്യയായിരുന്നു. പക്ഷെ അവിടെ നീ ആക്കു, വാടിത്തളർന്ന ഈ ചെടിയെ വെള്ളം നനച്ച് പുതുജീവൻ നൽകിയത്. അതിനെനിക്ക് നിന്നോട് കടപ്പാട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനിപ്പോ? എല്ലാം ഒന്നും മറന്ന് ഞാൻ ജീവിച്ചു തുടങ്ങിയതാക്കൂ. പക്ഷെ അവിടെയും എൻ്റെ നാട്ടിൽ നിന്നും ഒരു സുഹൃത്ത് വന്നിരുന്നു. അവൻ അവിടെയുള്ള എല്ലാവരോടും എന്നെക്കുറിച്ച് പറഞ്ഞു നടന്നു. 1 മാസം എല്ലാവരും എന്നെ ഉപദ്രവിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? പേടിച്ചിട്ട്. ഞാനങ്ങനെ ഒരുത്തനാണെന്നറിഞ്ഞ നീയും എന്നെ. എനിക്ക് പേടിയാ നിന്നെ വിട്ട് പിരിയാൻ. നീ എൻ്റെ എല്ലാം ആണ്. പിന്നെ പ്രഷർ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ യെസ്, I tried to end this fucking life. No, Achu, you don't have the rights. നിന്റെ ആത്മാവ് അതിപ്പോൾ എൻ്റെ കയ്യിലാണ്. നിന്നെ രക്ഷിച്ച നിമിഷം തൊട്ട് അതിനെ എടുക്കാനോ വേദനിപ്പിക്കാനോ ഇപ്പോൾ നിനക്ക് ഒരു അർഹതയുമില്ല. നീ ഒരുപാട് തവണ എന്നോട് ചോദിച്ചില്ലേ, why I help you? ഒരു സ്ട്രേഞ്ചറായി നിന്നെ ഞാൻ എന്തിനു രക്ഷിച്ചുവെന്ന്? Let me tell you. വാ, ദാ നോക്ക്. ഇതാണ് അഭിരാം, എൻ്റെ മാത്രം അഭി. എൻ്റെ എല്ലാം ആയിരുന്നു അവൻ. എന്ന് വെച്ചാൽ മൈ ലവ്. വി ആർ ഗേ കപ്പിൾസ്. പ്രണയം, അതിന് ഈ ആൺപെൺ എന്നൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം പ്രണയിച്ചു. ഒരു മതിലുകളുമില്ലാതെ. അവന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ഓർഫണായിരുന്നവൻ വാപ്പയുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. വാപ്പയെ കൂട്ടാൻ പോകുമ്പോൾ കണ്ട് ഞങ്ങൾ പ്രണയത്തിലായി. പതിയെ ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ 2 വഴികൾ സ്വീകരിച്ചു. അവന് ഒരു നടനാവാനായിരുന്നു ഇഷ്ടം. 1-2 സിനിമയിൽ അവന് ചെറിയ വേഷങ്ങൾ കിട്ടി. അങ്ങനെ ഫൈനലി ഒരു സിനിമ അവന് ചെയ്യാൻ സാധിച്ചു. മെയിൻ ലീഡായിരുന്നു. ആ സിനിമ വിജയിച്ചു. ബാംഗ്ലൂര് അവന് കുറേ ഫാൻസ് ഉണ്ടായി. ഒടുക്കം അവൻ മടങ്ങി വന്നു. അവൻ്റെ സന്തോഷങ്ങൾ എന്നോട് പങ്കുവെച്ചു. പക്ഷേ അതായിരിക്കും അവനെ ഞാൻ അവസാനമായി കാണുന്ന ദിവസമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തു പറ്റി? അവനെ പ്രാങ്ക് ചെയ്യാൻ ഒരു TV ചാനൽ നടത്തിയ ഒരു ഫാൻ കൺഫെഷൻ. പ്രണയമാണെന്ന് ഹിഡൻ ക്യാമറ വെച്ച് ഒരു പെൺകുട്ടി പറഞ്ഞു. തൻ്റെ ചുറ്റും ക്യാമറ ഉണ്ടാകുമെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. മറുപടി അവൻ പറഞ്ഞു എന്നെ പ്രണയിക്കുന്നത് അവൻ ഗേ ആണെന്നും. ഇറ്റ് വാസ് എ ലൈവ് ടെലികാസ്റ്റ്. പബ്ലിക് അറിഞ്ഞു. സോഷ്യൽ മീഡിയ അവനെ കളിയാക്കി, തെറി വിളിച്ചു. എന്തിന് അവൻ അഭിനയിച്ച പടം പോലും അവർ ബാൻ ചെയ്തു. മാത്രമല്ല ഈ നാടിൻ്റെ ശാപമാണെന്ന് വരെ അവരവനെക്കുറിച്ച് പറഞ്ഞു. അവൻ്റെ ഒരു കുഞ്ഞു മനസ്സാ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്കളങ്കനായിരുന്നു അവൻ. സഹിച്ചില്ല പാവത്തിന്. സൂസൈഡ് ചെയ്തു.
കൃത്യസമയത്ത് എനിക്ക് എത്താൻ സാധിച്ചില്ല. ഒരിക്കലെങ്കിലും എന്നെക്കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരിക്കലെങ്കിലും അവന് വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ, ഒരിക്കലെങ്കിലും അവൻ സ്ട്രോങ് ആയിരുന്നുവെങ്കിൽ. ജീവിതം ഒന്നേ ഉള്ളൂ അച്ചു, അതെടുക്കാൻ ആരും അനുവാദം കൊടുത്തിട്ടില്ല. അബിയെപ്പോലെ നീയും മണ്ടത്തരം കാട്ടാതിരിക്കാൻ വേണ്ടിയാ നിഴറെ പോലെ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത്. എടാ, നമ്മളെ താഴ്ത്തുന്നവരുടെ മുമ്പിൽ നമ്മൾ ജയിച്ചു വേണ്ടാണ് കാണിച്ചു കൊടുക്കാൻ. നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മളെ ആരും അംഗീകരിക്കില്ല. പക്ഷേ നമുക്ക് പവർ ഉണ്ടെങ്കിലുണ്ടല്ലോ, എല്ലാവരും നമ്മൾ അംഗീകരിക്കും. ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നീ ഒന്ന് പാസ്സായി നോക്കി. നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ, നിന്റെ കോളേജിൽ നിന്നെ കളിയാക്കി നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഒക്കെ നിനക്കൊരു വാല്യൂ വരും. അത് നീ നേടാൻ നോക്ക്. ഇനി ഈ മണ്ടത്തരം നീ ആവർത്തിക്കരുത്. നാളെ തൊട്ട് മര്യാദയ്ക്ക് കോളേജിൽ പോയി പഠിക്കാൻ നോക്ക്. എന്നിട്ട് പറഞ്ഞ സാധനം പാസ്സായി വാ. എന്നിട്ട് നിനക്ക് ചാവാനാണ് തോന്നുന്നതെങ്കിൽ നീ എന്നോട് പറ, ഞാൻ നിന്നെ കൊന്നു തരാം. സോറി അക്കു, ഇനി ഞാൻ ഇതൊന്നും ചെയ്യില്ല. ഞാൻ പഠിച്ചോളാം. നീ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഡ്രീം ചേസ് ചെയ്യാൻ പോവാ. എൻ്റെ സപ്പോർട്ട് നിന്റെ കൂടെ ഉണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. പിന്നെ തല്ലിയത് വേദന എടുത്തെന്ന് എനിക്കറിയാം. വേദന എടുക്കാൻ വേണ്ടി തന്നെയാ തല്ലിയത്. ഇനി ആവർത്തിച്ച ആടിയുടെ ചൂട് നീ അറിയണം. ഓക്കെ? ഓക്കെ. പോ ചെല്ല്. வாய்மொழியும் எந்தன் தாய்மொழியும் என்று வசப்படவில்லையடி. வயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி. காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி. கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி. இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி. நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி. என்னவளே அடி என்னவளே, அந்த இதயத்தை தொலைத்து விட்டே. எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டே. എല്ലാം നല്ല വൃത്തിക്ക് കെട്ടണം കേട്ടോ. ഒരു കുറവുകളും ഒന്നിനും വരാൻ പാടില്ല. അതെ, ഞാനും എൻ്റെ ഭാര്യയും ഈ നാടിന് വേണ്ടി ഒരു സ്കൂൾ പണിയുമ്പോൾ അത് അതിഗംഭീരമാക്കേണ്ടത് നിങ്ങൾ പണിക്കാരുടെ ഉത്തരവാദിത്വമാണ്. അല്ല വാസുദേവ, ഉദ്ഘാടനം ആരാണ്? നോട്ടീസ് ഞാൻ കണ്ടില്ല. കളക്ടറാണ്, നമ്മുടെ പുതിയ കളക്ടർ. പുള്ളിയുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് നമ്മുടെ നാട്ടിലാണ്. അന്ന് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടനവും. ആഹാ, അത് കൊള്ളാം. പിന്നെ അല്ലാതെ. 10 മണി ആവാനായല്ലോ. 10 മണിക്ക് പരിപാടി തുടങ്ങുന്നല്ലേ പറഞ്ഞത്? വേഗം ആവട്ടെ എല്ലാവരും. ശ്യാം, എന്തേ ആലോചിക്കുന്നേ? അല്ലടി, ഇവിടെ അച്ഛൻ പിള്ളേർക്ക് വേണ്ടി സ്കൂള് പണിത് കൊടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആ അച്ഛൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ നാട് വിടുന്ന മകനും. സത്യം, അവനിപ്പോ എവിടെ ഉണ്ടാവും? ഓക്കെ ആയിരിക്കുമോ? 5 വർഷം കഴിഞ്ഞപ്പോൾ ഇതുവരെ ഈ നമ്പറിലേക്ക് ഒരു കോള് പോലും വന്നില്ല അവൻ്റെ. രക്ഷപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കാം ചിന്നു. എവിടെയാണെങ്കിലും വേദനകളില്ലാതെ ജീവിച്ചാൽ മതി. ആരെ ഈ നേരത്ത്? അച്ചു, എടാ മാറി, നീ ഇത് എവിടെയായിരുന്നടാ പന്നി? ഞാൻ കണ്ടു നീ ചത്ത് കാണുന്നു. എന്തിനാടാ പുല്ല ഇപ്പൊ കേറി വന്നത്? ഞാനിവിടെ ഉണ്ടെന്ന് അറിയാൻ നിനക്ക് 4 വർഷം എടുത്ത് അടച്ചേ കുത്താനെ. എന്റെ മോനെ മതിയുടെ ചീത്ത പറഞ്ഞത് കഴിയില്ല, കുറച്ചുകൂടെ ഉണ്ട് പന്നി. ആരാ ശ്യാം അത്? അച്ചു, ചിന്നു, നീ ഇത് എവിടായിരുന്നുടാ? എല്ലാം പറയാം, പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? അത് പറയാം, ഇപ്പൊ വാ. എടാ ഇത് അവർ ബേബി ഗേൾ. ഓ സുന്ദരി. എങ്കി വാ പോവാ. ഓക്കെ വാ. നമ്മളെന്താ ഇവിടെ? പറയാം. കളക്ടർ വന്ന് പൊട്ടിക്ക്.
എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കളക്ടറാണ്. കളക്ടർ കൈലാസ് മേനോൻ സാർ, 2 വാക്ക് സംസാരിക്കാൻ. ഹായ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരിക്കൽ കൂടി ഈ മണ്ണിലേക്ക് കാല് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് നിങ്ങളെല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം എന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യൻ. ആ മനുഷ്യനോട് ഇപ്പോഴെനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഞാനൊന്നും വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ, എല്ലാം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ഞാൻ ആവില്ലായിരുന്നു. എനിക്ക് എൻ്റെ ദൈവവും എൻ്റെ ഗുരുവും എൻ്റെ സുഹൃത്തും എൻ്റെ എല്ലാം ആ ഒരൊറ്റ മനുഷ്യനാണ്. ഞാൻ ഗേ ആണെന്ന് പറഞ്ഞ് എന്നെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയച്ചവരെക്കാൾ ഞാനുമായി യാതൊരു ബന്ധമില്ലാതെ എന്നെ എടുത്ത് വളർത്തി പൊന്നുപോലെ നോക്കി പഠിക്കാൻ പൈസ തന്ന് കോളേജിൽ വിട്ട് എനിക്ക് IAS എടുത്ത് പരീക്ഷ പാസ്സാക്കി ഒരു കളക്ടറാക്കി തന്ന ഒരൊറ്റ മനുഷ്യനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. കാരണം മറ്റാരോടും എനിക്കിവിടെ നന്ദി പറയാനില്ല. ഇന്നീ കളക്ടറായി എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത് അദ്ദേഹം മാത്രമാണ്. സോ താങ്ക് യു ഓൾ. എടാ മുത്തേ, നീ അത് പൊളിച്ചു. ദിസ് ഈസ് ദ സോ കോൾഡ് പവർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഉഫ്, ഒന്നും പറയാനില്ല. സത്യം, വി ബോത്ത് ആർ സർപ്രൈസ്ഡ്. നീ ആ സ്റ്റേജിൽ കയറി നിന്നപ്പോൾ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കണ്ണ് കാണായിരുന്നു. 2 എണ്ണം സർപ്രൈസ് ആയിട്ടുണ്ട്. ഇനി നീ ഭരിക്കുമുത്തേ, ഒരു തെണ്ടിയും ഒന്നും പറയില്ല. പിന്നല്ല. അല്ലടാ, ആരാ ഒരാൾ? ഏതൊരാൾ? സത്യം പറയടാ പന്നി. മൈ ലൈഫ്, മൈ ലവ്, മൈ വേൾഡ്. എന്നിട്ട് എന്ത് നീ അവനെ കൊണ്ടുവരാതിരുന്നത്? ബട്ട് ദ മെയിൻ തിങ് ഈസ് ഐ ഡിഡൻറ്റ് കൺഫേസ്. വാട്ട്? പൊട്ടൻ, പോയി കൺഫേസ് ചെയ്യടാ. അപ്പോൾ ബൈ. ബൈഡാ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഉദ്ഘാടനം ഗംഭീരാക്കിയല്ലോ. മൊത്തം എനിക്ക് തന്നെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ആരോടാ നന്ദി പറയേണ്ടത്? ഞാനിങ്ങനെ നിൽക്കുന്നതിന് ഒരേ ഒരു റീസൺ നീയല്ല അക്കു. അതെ അതെ. പിന്നെ അക്കു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നമ്മുടെ ഇടയിൽ ഇങ്ങനെ മുഖവര ഉണ്ടാവാറുണ്ടോ? ഇല്ല. എന്നാ പറയൂ. അബി നിന്നെ സ്നേഹിച്ച മാതിരി എനിക്കൊരിക്കലും സ്നേഹിക്കാൻ സാധിക്കില്ല. നിനക്ക് അബിയെ നീ സ്നേഹിച്ച മാതിരി എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് നിന്നോടുള്ള പ്രണയം അത് മറച്ചു വെക്കാനും സാധിക്കില്ല അക്കു. സോ ഐ ലവ് യു. വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്? ലെറ്റ്സ് ഫ്ലൈ ഓവർ ദ റെയിൻബോ. അർത്ഥം മനസ്സിലാക്കി വായോ. ലെറ്റ്സ് ഫ്ലൈ ഓവർ ദ റെയിൻബോ. മഴവില്ലിലൂടെ പറക്കാം, മഴവില്ലിലൂടെ പറക്കാം. Oh my God! Akku! Oh, I love you! I love you more! If the world was ending, I'd wanna be next to you. If the party was over and our time on earth was through, I'd wanna hold you just for a while and die with a smile.